ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും മെക്കാറിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഔട്ട്ലാഫ് മോഡാണ്. കിൽ ഷോട്ടിനെ വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇപ്പം ലോഡാവുകയാണ്, നമുക്ക് നോക്കാം. ഏകദേശമൊക്കെ ലോഡായി, ഇനി കുറച്ചും കൂടി ലോഡാവാനുണ്ട്. എന്ത് ലാഗ് അടിക്കുന്നുണ്ടോ? ഇല്ല. ലോഡായി. ഓക്കെ ഗൈസ്, ആഡ്സാണ്. ആഡ്സൊക്കെ നമുക്ക് കളയാം. ഡെയിലി ലോഗിൻ പ്രോഗ്രാം ഓക്കെ ടുഡേ എടുത്തിട്ടുണ്ട്. ബ്ലൂ പ്രിൻസോ സെറ്റ്. ഔട്ട്ലാഫ് എടുക്കാം. കിൽ ഷോട്ട് എടുക്കാം. നമുക്ക് ലെവൽ ഫസ്റ്റ് കളിക്കാം. നല്ലതാണ്. നമ്മൾ കളിക്കാൻ പോകുന്നത് മിനി ഗൺ വെച്ചിട്ടാണ്. കിൽ ഷോട്ട്, മിനി ഗൺ, ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. 15 സെക്കൻഡ്സേ ഉള്ളൂ. പോളി ടെക്സ്ചറേ. 3, 2, 1 തുടങ്ങാം. വേവ് 1. ഓക്കെ. ഇതിൽ ഇത്രയും പേരെ കണ്ടത് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, എല്ലാത്തിനെയും നമുക്ക് തീർത്ത് കൊടുക്കാം. നമ്മുടെ മുമ്പേ ആര് ഒളിച്ചിട്ട് ഒടി വെക്കണം, ഞാൻ കാണൂലെന്ന് വിചാരിച്ചല്ലേ. ദേവനൊരുത്തൻ സ്കിംഷർ, നല്ല പേര്. ഇത്രണ്ണുണ്ടോ? എല്ലാം പാരഗണ്ണാണ്. നമ്മുടെ കയ്യിൽ മിനി ഗണ്ണുണ്ട്. 200 ബുള്ളറ്റാണ് മിനി ഗണ്ണിനുള്ളത്. നല്ല പവറാണ്. ടെററാണ് ഗണ്ണ്. ടെറർ. എന്ത് സൈഡിൽ കൂടിയാണത്? സൈഡിൽ കൂടി തന്നെ എന്ത്? അടുത്തത് തന്നെ. നമുക്ക് നോക്കാം. അടുത്ത സ്കിംഷർ വന്ന്. അയ്യോ, 2 സൈഡിൽ നിന്ന് പറഞ്ഞിട്ടല്ലോ. നമ്മൾ പെട്ടെന്ന് തോന്നുന്നു ഗായ്സ്. അയ്യോ, പെട്ടില്ല. പെടാൻ പോണില്ല. എവിടെ നിന്ന് വന്നാലും വേവ് 1 കംപ്ലീറ്റ് ആയി. അയ്യോ, ലോഡിങ്ങിന് ഇത്രയും സെക്കൻഡ് വേണോ? തീർന്ന് ഗൈസ്, നമ്മൾ തീർന്ന്. ഇത്രയും സെക്കൻഡ് ലോഡിങ്ങിന് വേണമെങ്കിൽ എന്നാ ചെയ്യാനാണ്? വന്നൊരുത്ത സൈഡിൽ കൂടി. അവൻ എന്നാ ആലോചിക്കാം. ഓടിയിരിക്കണോ? വേണ്ട. വെടിവെക്കാം. എല്ലായിടത്തുനിന്നും വെടിവെക്കണേ. വിളിച്ചിരിക്കട്ടെ. പിന്നെ സർപ്രൈസ് അറ്റാക്ക്. ദേവന് വെടിവെച്ച്. വെറുതെ നിൽക്കണേ. ഒരു ആർച്ചനോസൊക്കെ ഇതിലുണ്ടായിരുന്ന? ഞാൻ മറന്നുപോയി. ആർച്ചനോസ് ഉണ്ടായിരുന്നു. ആർച്ചനോസ് ഷാർപ്പ് ഷൂട്ടറാണ്. പേര് വലിയ ടെററാണ്, എന്നാലും വലിയൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. ഇനി സ്കിംഷർ നേരത്തെ ചത്തത് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചല്ലേ, അവിടെ തന്നെ വന്ന സെറ്റ്. അയ്യോ, റിലോഡ് ചെയ്യണ. എനിക്കൊരു പ്ലാനുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ? ഓടിയടിച്ച് പൊട്ടിച്ച്. ആർച്ചനോസ് കയറി വന്നാൽ പെടുക. പെട്ട്. വണ്ടർഫുൾ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വണ്ടർഫുൾ? ഓടിയെടുത്താൽ വേവ് 3 കംപ്ലീറ്റ് ആയി. അടുത്തത് വേവ് 4 ആണ് ഗൈസ്. അല്ല, സോറി. വേവ് 3 തന്നെയാണ്. അവിടെ ഹീലിങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ കണ്ടു. വന്ന് സൈഡിൽ നിന്ന് നമ്മുടെ ഇപ്പുറ സൈഡിലുണ്ടല്ലോ. ഇവന്മാർ സ്പോണിങ് മാപ്പിലൊക്കെ സിഗ്നൽ പോലെയൊക്കെയാണ് കാണിക്കണത്. അതൊക്കെയാണ് രസം. ഗണ്ണിൽ നിന്ന് പോക്ക് പറക്കണ്, അതാണ് സെറ്റ്. ടെററാണ്. ടെറർ ഗെയിം. വാട്ട്? വെറുതെ ഒന്ന് മേടിച്ചുകൊണ്ട് പോയി. അയ്യോ, റിലോഡ് ആവാമല്ലോ. പെട്ടേ. ഇറങ്ങി അതിന് പണി കിട്ടും. വന്ന് വെടിയൊക്കെ. നല്ല വിശാല മനസ്സും. കാരണം നമ്മുടെ ഗണ്ണ് റിലോഡല്ലായിരുന്നു. ഇപ്പം റിലോഡായപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് വന്ന് കയറി. ഇതെന്ത്? ഷാർപ്പ് ഷൂട്ടർ 2 ഒരുമിച്ച് തന്നെ വെടിവെക്കണം. എനിക്കൊരു കുഴപ്പമില്ല. ദേവന്നെ
അവരുടെ സൈഡിൽ നിന്ന് വന്നില്ല. അവിടെ ഒളിച്ചിരിക്കണം, നടക്കില്ല. ഇതെന്ത് ഷാർപ്പ് ഷൂട്ടർ. എൻ്റെ കണ്ണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പൊട്ടിത്തെറിക്കുന്ന കണ്ണാണേ. അടുത്തത് വേവ് 4 ആണ് ഗൈസ്. വേവ് 4 തുടങ്ങി. ഇറങ്ങുന്നത് നമ്മുടെ നല്ലതിനല്ല. ഹീലിംഗ് ഇപ്പം അപ്പുറത്തായി. ഓരോ വേവ് കഴിയുമ്പോഴും ഹീലിംഗ് സ്ഥലം മാറും. തെറ്റിപ്പോയെന്നേ. ഇതെന്നാ ഇങ്ങോട്ടൊക്കെ? ഇവനേതാണ് വി ഗാർഡ്. ഏതോ ഗാർഡ് ചെയ്യാൻ വന്ന് നിൽക്കണ പോലെയാണല്ലോ തോന്നുന്നത്. ഞാൻ ഒരുത്തരം ഫൈറ്റ് ചെയ്യുമ്പോൾ എന്നെ വെടി വെക്കണം. തരാം. കൊടുത്ത് ഇവരുടെ ഇപ്പം തന്നെ കൊടുക്കണം. അയ്യോ ഇവൻ്റെ കയ്യിലെന്ത്? ഈ കണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഇനി ഓർക്കുമ്പോൾ ഞാൻ പറയാം. ഇവൻ്റെ കയ്യിൽ ഇതൊക്കെ എങ്ങനെ കിട്ടി? എന്നാലും എന്നെ ഏകദേശമൊക്കെ ഒന്ന് തോപ്പിക്കുക. ഈ റോബോട്ട് നമ്മുടെ എയർസിനെ പോലെ ഉണ്ട് ഗൈസ്. എയർസിനെ പോലെ ഉണ്ട്. ഷീൽഡ് വെക്കാൻ പറ്റും, പക്ഷെ വേറെ ഷേപ്പാണ്. എക്ലിപ്സിനെ പോലെ പുറകെ സാധനമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവനെ ഓടിയടിക്കാം. യെസ്, അവൻ്റെ കാര്യം പോക്ക് തീർന്ന് അവൻ തീർന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറുന്നതല്ല. എന്നാലും ഞാൻ പോവും, അത്രക്ക് ധൈര്യമുണ്ട് എനിക്ക്. വന്നു. ഇതെന്ത് പൊറോട്ട ഇറങ്ങിയിട്ട് മുന്നം പോലും കിട്ടിയില്ല. കയറിയ പോലെ അയ്യോ, എൻ്റെ കൈ അറിയേണ്ടത് മുട്ടിയതാണ് ഗൈസ്, സോറി. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കേ, ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ തിരിച്ചു വന്ന്. എനിക്ക് അവിടെ നിന്നേച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ റിലോഡ് ചെയ്താൽ ഇവിടെ ഞാൻ എന്നാ ചെയ്യാനാണ്? അവിടെയാണെങ്കിൽ ഒളിച്ചെങ്കിലും ഇരിക്കായിരുന്നു. ഇവിടെ അവന്മാരെ കയറി വന്നാൽ പെട്ടു. അയ്യോ, ഈ സെക്കൻഡ്സ് പെട്ടെന്ന് ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അവന്മാർക്കിട്ട് കൊടുക്കാം നമുക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളെത്താറായി. ദേവന് അറിയില്ലോട്ടാ. ഇനി വാ മച്ചാനെ വാ. തീർത്ത് ദേവന് യുവമാരുടെ ഗണ്ണ് പൊളിയാണ് കേട്ടോ. എൻ്റെ ആർച്ചിനോസിന് ഞാൻ നേരത്തെ എങ്ങാണ്ടോ വെച്ച് കൊടുത്ത ഗണ്ണാണ് ഇവർക്ക്. അത് പൊളി ഗണ്ണാണ്, സെറ്റ് ഗണ്ണാണ്. ഇത് എൻ്റെ കിൽഷോട്ട് ഫുൾ അപ്ഗ്രേഡറാണെന്നാണ് തോന്നണം. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഇവന്മാരുടെ കണ്ണൊക്കെ ഫുൾ അപ്ഗ്രേഡറാണ്, സെറ്റാണ്. പാരഗണ്ണിന് ഇതൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഞാനിത് പാരഗണ്ണ് വെച്ച് കൊണ്ടൊന്നും നടന്നില്ലല്ലോ. ഇത് എൻ്റെ എയർസിന് പോലും വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് പാരഗണ്ണിന്. എയർസിന് ഞാൻ വെച്ചപ്പോൾ ഇതും പിന്നെ വേറെ ഇതുപോലത്തെ ഒരു ഗണ്ണും മാത്രമേ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ 2 എണ്ണം വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എയർസിന് ക്രയോ ലോഞ്ചർ മേടിച്ചത്. ഗൈസ് വന്നു ഗൈസ്, തീർത്ത് കൊടുക്കണം. ഗണ്ണിപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. തീർന്ന്. ഇതെന്ത്? അടുത്ത സ്ക്രീൻഷോട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് അകത്ത് കയറിപ്പോ. എടുക്കണം. ഇത് ലൈഫ് കുറയുമ്പോൾ എടുക്കാം. എൻ്റെ പോയിനെ ഗൈസ് തീർത്ത് കൊടുക്കണം. 2 ഉണ്ടോ? ഞാൻ മാപ്പ് നോക്കിയില്ല ഗൈസ്. അയ്യോ, ഇപ്പം തന്നെ എടുക്കണം. എടുക്കട്ടെ. ഓ ശോ, ഇതെന്ത്? കിട്ടി. എടുത്ത് ഗൈസ് കൊടുക്കാം. എൻ്റെ ലൈഫ് കുറക്കണം. ഇവനിട്ടും കൊടുക്കാം. നീ എവിടെ നിന്ന് വന്നടാ? ഇപ്പം തരാം. അവിടെ ഒരുത്തുണ്ട്. കിട്ടിയവനുണ്ട്. കൊടുത്തു. ഒറ്റ കണ്ണേ അവനിട്ട് കൊടുക്കാം ഞാൻ. കൊടുത്ത്. ഇവിടെ 3 എണ്ണം ഉണ്ട്. അവന്മാർക്കിട്ട് ഞാൻ ഇന്ന് തന്നെ കൂട്ടും. തീർന്ന്. ഇതെന്ത് കുഞ്ഞിനെ വെച്ചിട്ട് ചെയ്യണോ? ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഇവരുടെ കൊടുക്കും. കണ്ണ് റീലോഡായി തീർത്ത്. നമ്മൾ ജയിച്ചു. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.